എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒനീഡ ഇൻവെർട്ടർ ICയുടെ ഔട്ട്ഡോർ PCB ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് അതാണ്ട് ഈ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഒനീഡ F1 എററാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഔട്ട്ഡോർ കട്ട് ഓഫ് ആകുന്നുണ്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ. പിന്നെ ഇൻഡോറിൽ ബ്ലോവർ മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമുക്കിതിൽ മാത്രം വന്നിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു PCBയിൽ F1 എറർ എന്ന് പറയുന്നത് IPM പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇവർ പറഞ്ഞ കംപ്ലൈൻറ്റ് ഇതിൽ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഡോർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, മോട്ടർ കാര്യങ്ങൾ, കംപ്രസർ എല്ലാം കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് പവർ ഓൺ ആയിട്ടുണ്ട്. ഇനി ഔട്ട്ഡോറിൽ ആ കംപ്രസർ എടുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട് ഔട്ട്ഡോറിൻ്റെ. ഇപ്പോൾ കംപ്രസറും സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ 1.5 ടണ്ണിൻ്റെ കംപ്രസറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം എത്തുന്നത് വരെ അവർ പറഞ്ഞിരിക്കുന്നത് 2 മിനിറ്റിൽ കട്ട് ഓഫ് ആകുമെന്നാണ്. അപ്പോൾ ആ 2 മിനിറ്റ് വരെ നമുക്കൊന്ന് കംപ്രസർ ഓട്ടിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കംപ്രസർ ഓഫായിട്ട് നമുക്ക് എറർ കോഡ് വരുന്ന ഈ 3 LED-യിലാണ് ആ എറർ കോഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇൻഡോർ ഡിസ്പ്ലേയിൽ കറക്റ്റ് ആ ഒരു 24 എന്നുള്ള ആ ഒരു എറർ കോഡ് കാണിക്കുന്നില്ല, ഡിഗ്രി മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഔട്ട്ഡോറിനകത്ത് നമുക്ക് ആ 3 LED-യിൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. അതായത് 1, 2 ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, 3-ാമത്തെ LED സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എറർ കോഡ് ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതിനകത്ത് F1 എന്നുള്ള എററും IPM പ്രൊട്ടക്ഷൻ എന്നുള്ള ആ ഒരു എററുമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഈ ഒരു കംപ്ലൈൻറ്റ് ഈ ബോർഡിൽ വരാൻ വേണ്ടിയിട്ട് 3-4 കാരണങ്ങളുണ്ട്. ഒന്ന് IPM കംപ്ലൈൻ്റ് ആവാം, 2 നമ്മുടെ ഈ ഒരു കപ്പാസിറ്റർ ചാർജിങ്, അതായത് 320 വോൾട്ട് 330 വോൾട്ട് ഡ്രോപ്പായിട്ട് ഏറ്റവും കുറഞ്ഞ് ഡ്രോപ്പായി പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇത് IPM പ്രൊട്ടക്ഷനിലോട്ട് പോകും. പിന്നെ വരുന്നത് ഈ IPM അതിൻ്റെ ഫോൾട്ട് ഔട്ട്പുട്ട് പിന്നെ ലോ ആക്കുന്നതോടുകൂടി ഈ ഒരു എറർ വരും. അതേ കണക്ക് തന്നെ ഇതിൻ്റെ ട്രിപ്പ് ഈ IPM-ലോട്ട് ലോഡ് കാൽക്കുലേഷൻ ഉണ്ട്. ആ IPM-ൻ്റെ ലോഡ് കാൽക്കുലേഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും IPM പ്രൊട്ടക്ഷനിലോട്ട് പോകും. അപ്പോൾ ഇതിൽ ഏതാണ് കംപ്ലൈൻ്റ് ഉള്ളതെന്നുള്ളത് നമ്മൾ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് ആ ഒരു കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച് നമുക്കത് പ്രോപ്പറായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഇതിനകത്തുനിന്ന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 by 1 ആയിട്ട് എല്ലാം ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് ഒരുപാട് സമയമെടുക്കും. ഞാനത് കംപ്ലീറ്റ് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് എവിടെയാണ് കംപ്ലൈൻ്റ് ഉള്ളതെന്ന് നോക്കി അത് കംപ്ലൈൻറ്റ് പരിഹരിച്ചിട്ട് നമുക്ക് ഈ ഒരു ബോർഡ് രണ്ടാമത് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് എവിടെയാണ് ഇതിൻ്റെ ആ പ്രശ്നം വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അപ്പോൾ ഈ ബോർഡിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പരിശോധിച്ചു, ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. ഇതിൻ്റെ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളൊന്നും നമ്മുടെ ഈ RPM, അതായത് കംപ്രസർ ഈ RPM എടുക്കുമ്പോൾ ഡ്രോപ്പ് ആവുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. IPM-ൻ്റെ പാരാമീറ്റേഴ്സുകൾ എല്ലാ പാരാമീറ്റേഴ്സും ചെക്ക് ചെയ്തു, അതെല്ലാം നോർമലാണ്, എല്ലാം ഓക്കെയാണ്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു 15 വോൾട്ട്, ഈ ഒരു 15 വോൾട്ട് ലൈന് ഈ ഒരു ആംപിയർ എടുക്കുന്ന സമയത്ത് ഡ്രോപ്പ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തു. അതിനും യാതൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ കണ്ടെത്തിയ ഇതിൻ്റെ ആ മെയിൻ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രിപ്പിൽ വരുന്ന
പ്രോബ്ലമാണ്. ഈ ഐ ട്രിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ഈ കംപ്രസർ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഈ IPM എത്രത്തോളം ലോഡ് ഉണ്ടെന്നുള്ള ഒരു കാൽക്കുലേഷൻ ഈ IPMനുണ്ട്. അപ്പോൾ ആ ഒരു ഇപ്പോൾ നമ്മുടെ മെയിൻ പ്രോസസ്സറിനും അതുണ്ടാവും, IPMനുണ്ടാവും. ഈ IPMനുള്ളതിനാണ് നമ്മൾ ഐ ട്രിപ്പ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഐ ട്രിപ്പിൻ്റെ ലൈനാണ് ഇവിടെ കാണുന്ന ഈ ഒരു 3 റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ 3 റെസിസ്റ്റൻസാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കംപ്ലൈൻ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. കാര്യം നമ്മളിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എല്ലാം കൃത്യമാണ്, പക്ഷെ അതിലൊന്നും കംപ്ലൈൻ്റ് ഇല്ല. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ വരുന്ന വോൾട്ടേജിൽ വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒരു IPMൻ്റെ 15 വോൾട്ടിൽ നിന്ന് 100 K റെസിസ്റ്റൻസ് ഇട്ടിട്ട് അത് സീരിയലായിട്ട് അടുത്തൊരു 47 കിലോ ഓംസിൻ്റെ റെസിസ്റ്റർ ഇട്ടിട്ടാണ് ഈ ഒരു ICയുടെ 3ാമത്തെ പിന്നിൽ കൊടുത്തിട്ടുള്ളത്. അത് ഈ ICയുടെ 3ാമത്തെ പിന്നാണ് ഐ ട്രിപ്പ് എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. അതേ ടൈമിൽ തന്നെ അതായത് ഈ ഷണ്ടിൻ്റെ, അതായത് നമ്മുടെ IPMൻ്റെ ഈ 3 ലെഗില്ല, ഈ 3 ലെഗിൻ്റെ ആ സൈഡിൽ നിന്ന് ഒരു കണക്ഷൻ നേരെ ഇവിടെ വരുന്നുണ്ട്. അതിൽ നിന്ന് ഒരു 2K റെസിസ്റ്റൻസ് ഇട്ടിട്ട് ഈ ഒരു 3ാമത്തെ പിന്നിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വോൾട്ടേജ് ഡിവിഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ വോൾട്ടേജ് ഡിവിഷൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് നമുക്കിവിടെ 2.18 അല്ലെങ്കിൽ 2.20 മില്ലി വോൾട്ടിന് അടുപ്പിച്ചാണ് ഇതിനകത്ത് വോൾട്ടേജ് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ വോൾട്ടേജ് കൂടുതലാണ്. ആ വോൾട്ടേജ് ഒന്ന് നമുക്ക് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ മൾട്ടിമീറ്റർ വെച്ചിട്ടുണ്ട്. ഞാൻ പവർ ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ ബോർഡ് പവർ ഓൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടുത്തെ ഈ ഒരു വോൾട്ടേജ് അളക്കുകയാണ്. അളക്കുന്ന ടൈമിൽ എനിക്ക് കിട്ടുന്നത് 450 മില്ലി വോൾട്ടാണ്. 447, 446 ഇങ്ങനെ മാറി തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വരേണ്ടത് നമുക്ക് ഇതിൻ്റെ പകുതി വോൾട്ടേജ് ഇവിടെ വരാൻ പാടുള്ളൂ. ഇവിടുത്തെ മെയിൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 327. ഇവിടെ നമുക്ക് 15 വോൾട്ട് വരണം. ആ 15 വോൾട്ട് അവിടെ ഉണ്ട്. ഈ ലാസ്റ്റ് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ഇവിടെ വരേണ്ടത് 2.0. അപ്പോൾ ഇത് നമ്മുടെ കംപ്രസർ വർക്ക് ചെയ്യുന്ന, അതായത് ആംബിയർ എടുക്കുന്ന ടൈമിൽ ഈ വോൾട്ടേജ് ഹൈ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയും വോൾട്ടേജിൽ നമുക്ക് നിൽക്കുന്ന ടൈമിൽ ഇത് കംപ്രസർ എടുക്കുന്ന ടൈമിൽ തന്നെ ഇതൊരു 600 മില്ലി വോൾട്ട് 900 മില്ലി വോൾട്ടിലോട്ടങ്ങ് മാറും. അപ്പോഴത്തേക്കും IPM ഷട്ട് ഡൗൺ ആവും. ഓട്ടോമാറ്റിക്കലി ഐ ട്രിപ്പിൽ വോൾട്ടേജ് കയറി വരുന്ന ടൈമിൽ ഈ IPM ഷട്ട് ഡൗൺ ആവും. പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് പിന്നെ ഈ വർക്ക് ചെയ്യുന്ന ടൈമിൽ ആ വേരിയേഷൻ നമ്മൾ ഒരിക്കലും ചെക്ക് ചെയ്യാൻ പാടില്ല. അതായത് കംപ്രസർ എടുത്ത് നിൽക്കുന്ന ടൈമിൽ ഒരിക്കലും ഈ ഒരു കംപ്രേറ്റർ സെക്ഷനിലോ അല്ലെങ്കിൽ ഈ ഒരു ഐ ട്രിപ്പ് സെക്ഷനിലോ നമ്മൾ വോൾട്ട് മീറ്ററോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വെച്ച് ചെക്ക് ചെയ്യാൻ പാടില്ല. ഇത് കണക്ക് സ്റ്റാൻഡ് ബൈ മോഡിലായിരിക്കുന്ന ടൈമിൽ മാത്രമേ മെഷർമെൻറ്റ് എടുക്കാൻ പാടുള്ളൂ, വോൾട്ടേജ് മെഷർമെൻറ്റ് എടുക്കാൻ പാടുള്ളൂ. ഒരുപക്ഷെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മൾ വോൾട്ടേജ് മെഷർമെൻറ്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് മില്ലി വോൾട്ടിൽ, ചെറിയ മില്ലി വോൾട്ടിലാണ് ഇതിൻ്റെ ഒരു വേരിയേഷൻ വരുന്നത്. അപ്പം നമ്മൾ ഈ വെക്കുന്ന മൾട്ടിമീറ്ററിൽ ആ മില്ലി വോൾട്ടിന് എതിരായിട്ട് എന്തെങ്കിലും ഒരു വോൾട്ടേജ് പോപ്പപ്പ് ആയി കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഒരു പൊട്ടിത്തെറിക്ക് തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും അങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. എപ്പോഴും നമ്മൾ വോൾട്ടേജ് മെഷർമെൻറ്റ് എടുക്കുന്നത് അത് സ്റ്റാൻഡ് ബൈ മോഡിൽ, അതായത് കംപ്രസർ വർക്ക് ചെയ്യാതിരിക്കുന്ന ടൈമിൽ, എടുക്കാതിരിക്കുന്ന ടൈമിൽ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഈ ഒരു 3 റെസിസ്റ്റൻസ് ഇവിടുന്ന് മാറ്റിയിട്ടിട്ട് നമുക്കൊന്ന് വോൾട്ടേജ് മെഷർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു 3 റെസിസ്റ്റൻസാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1003 എന്ന് പറയുന്നത് 100 K. അത് കഴിഞ്ഞിട്ട് 473, ഇത് 47 K, ഇത് 2001 2K. അപ്പോൾ ഈ 3 റെസിസ്റ്റൻസാണ് നമുക്ക് ഇവിടുന്ന് മാറ്റേണ്ടത്. അപ്പോൾ റെസിസ്റ്റൻസ് വെക്കേണ്ട പാഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. മസ്റ്റായിട്ട് ഇത് ക്ലീൻ ചെയ്യണം. ഇവിടെ ലീക്കിങ് വരാൻ പാടില്ല. ഈ ഒരു റെസിസ്റ്റൻസ് എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി നമ്മൾ പുതിയതിട്ടതിന് ശേഷം ഇവിടെ നമ്മൾ ആൽക്കഹോളിക് കോട്ടിങ് ചെയ്യണം. കാര്യം ഈ ഒരു സെക്ഷനിൽ ലീക്കേജ് വരാൻ
പാടില്ല. ലീക്കേജ് വന്നു കഴിഞ്ഞാൽ L2 എറർ വരാൻ സാധ്യതയുണ്ട്. പിന്നെയും F1 എററും വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ഇപ്പോൾ വരത്തില്ല. അത് കുറച്ച് നാൾ നമ്മൾ കസ്റ്റമറിന് കൊടുത്ത് കുറച്ച് നാൾ കഴിയുന്ന ടൈമിൽ ഇങ്ങനെയുള്ള എറർ വരാൻ സാധ്യതയുണ്ട്. തിരിച്ച് ആ പുതിയ റെസിസ്റ്റൻസ് ഇട്ടതിന് ശേഷം അവിടെ ലീക്കേജ് വരാത്ത രീതിയിൽ ആൽക്കഹോളിക് കോട്ടിങ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഇത് 104ൻ്റെ റെസിസ്റ്റൻസ്, അതായത് 100 കിലോ ഓംസ്. ഇത് 2001 എന്ന് പറയുമ്പോൾ 2K 473. കുറച്ച് ഫ്ലെക്സും കൂടെ ഒക്കെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ആ 3 റെസിസ്റ്റൻസ് നമ്മൾ മാറിയിട്ടുണ്ട്. ഇനി അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഫ്ലെക്സ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആ 450 മില്ലി വോൾട്ട് എന്നുള്ളത് പ്രോപ്പറായിട്ടുള്ള 220 മില്ലി വോൾട്ടിലോട്ട് മാറിയോ എന്ന് നോക്കാം. അപ്പോൾ ഞാനതൊന്ന് പവർ പിന്നെയും കൊടുത്ത് ഓൺ ചെയ്യണം. പവർ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ബ്ലാക്ക് പ്രോബ് ഗ്രൗണ്ട് വെച്ചിട്ട് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ഇവിടെ കണ്ടല്ലോ. ഇപ്പോൾ അവിടെ നമുക്ക് 212 220 വരെ നമുക്കിവിടെ പോകാം, കുഴപ്പമില്ല. ഇപ്പോൾ 212 വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ആ 2 മിനിറ്റ്സിൽ ആ RPM കയറി വരുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു ബോർഡ് കട്ട് ഓഫ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഇതിനകത്തോട്ട് തിരിച്ച് ഇതിൻ്റെ ഹീറ്റ് സിങ്ക് ഫിറ്റ് ചെയ്യണം. ആ ഹീറ്റ് സിങ്ക് ഫിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കംപ്രസർ ഓടിച്ച് നോക്കാം. ഹീറ്റ് സിങ്ക് ഞാൻ തിരിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പവർ ഓൺ ചെയ്ത് കംപ്രസർ ആക്ടിവേഷൻ ചെയ്ത് നോക്കാം. സ്റ്റാൻഡ് ബൈ മോഡൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കംപ്രസർ എടുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കംപ്രസർ എടുത്ത് സ്റ്റാർട്ടായിട്ടുണ്ട്. RPM കയറണം. ഇനി ഇതിൽ നല്ല രീതിയിൽ RPM കയറി അത് തിരിച്ച് കംപ്ലൈൻറ്റിലോട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഇപ്പോൾ RPM കയറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ ഒരു RPMൽ തന്നെ നമുക്ക് ഈ ഒരു PCB കട്ട് ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല RPMൽ കയറി വന്നിട്ടുണ്ട്. സ്റ്റേബിളായിട്ട് നിൽപ്പുണ്ട്. ഏകദേശം 2 മിനിറ്റ് കൂടുതലായി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ബോർഡ് ഈ ഒരു ഐ ട്രിപ്പിൻ്റെ പ്രോബ്ലം ആയിരുന്നു. നമ്മൾ ആ റെസിസ്റ്റൻസ് മാറിയിട്ടു ഐ ട്രിപ്പ് പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കസ്റ്റമറിന് ധൈര്യമായിട്ട് കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് അവിടെ ഒരു ആൽക്കഹോളിക് കോട്ടിംഗ് കൂടെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.